കെ സതീശനെ കോൺഗ്രസ് പ്രവർത്തകനായ അധ്യാപകൻ തേച്ചൊട്ടിക്കുന്നു. പുത്തൻകുരിശിൽ നിന്നും റിട്ടയർഡ് അധ്യാപകനും കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമായ ബാബു സാർ വിളിച്ചത് കേൾക്കുക. പാർട്ടിയുടെ ഈ ചെറിയ പദവികൾ വഹിക്കുന്നവർക്കുള്ള സാമാന്യ ബുദ്ധി പോലും സതീശ താങ്കൾക്കില്ലാതെ പോയല്ലോ. സത്യം പറഞ്ഞാൽ പദവികൾ നഷ്ടപ്പെട്ടാൽ പുല്ലാണെന്നും പറഞ്ഞാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ i2 ന്യൂസിലേക്ക് വിളിക്കുന്നത്. സതീശ, രമേശ, സരിതേശ, ശ്രദ്ധയോടെ ഇത് കേൾക്കുക. തെറ്റു മനസ്സിലാക്കി രാഹുലിനെ എത്രയും വേഗം തിരികെ എടുക്കുക. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. വീട് എറണാകുളം. ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ സാറിന് ന്യൂസ് സ്ഥിരം കേൾക്കുന്ന ഒരാളാണ്, എല്ലാ ന്യൂസുകളും. അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിരന്തരമായിട്ട് എൻ്റെ പാർട്ടി പ്രവർത്തകരോടൊക്കെ പറയുന്ന കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വലിയ വീഴ്ചകൾ ഇതേപോലെ തന്നെ പെണ്ണ് കേസിൽപ്പെട്ട് കേസുമേൽ കേസുമായപ്പോൾ അവരുടെ പേരിലൊന്നും ഈ പാർട്ടി ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എടുത്ത നടപടിക്ക് മുൻകാല പ്രാബല്യം കൊടുത്താൽ ഇന്ന് പാർട്ടിയുടെ പല നേതാക്കന്മാരും പാർട്ടിക്ക് പുറത്തായിരിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേരിൽ ടിവിയിൽ വന്ന് ചാനലുകളിൽ വന്ന് ചില സ്ത്രീകൾ അഭിപ്രായം പറഞ്ഞതല്ലാതെ ഒരു നിയമ സംവിധാനത്തിലും ഒരു കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ 4 ദിവസം കൊടുത്തിട്ടില്ല. അപ്പൊ കേട്ടപ്പോഴേക്കും ചില കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ആദർശ ധീരന്മാരായി ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങി. ഈ വിഷയം ഇത്രയും വഷളാക്കിയത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരാണ്. CPM-നേക്കാളും BJP-യേക്കാളും ആവേശത്തിലായിരുന്നു അവർ രാഹുലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. അത് സത്യമായൊരു കാര്യമാണ്. എത്രയോ ദയനീയമാണ്. എന്താണ് രാഹുൽ ചെയ്തിട്ട് CPM-കാരുടെ തിരക്കഥയ്ക്കനുസരിച്ച് ആടുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കന്മാര്. ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇദ്ദേഹത്തിന്റെ പേരിൽ എന്താണ് പരാതിയുള്ളത്? ആരാണ് പരാതിക്കാര്? മാധ്യമങ്ങളുടെ മുമ്പിൽ ഭാവാഭിനയം കാണിച്ച് ആടിയിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഈ നേതാക്കന്മാർ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കേരളത്തിലെ നിയമ സംവിധാനത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ ആ നിമിഷം ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും MLA സ്ഥാനം രാജിവെപ്പിക്കുമെന്ന് പറയാനുള്ള ആർജവുമായിരുന്നു ഇവർ കാണിക്കേണ്ടിയിരുന്നത്. പക്ഷേ പാർട്ടിയുടെ നേതാക്കന്മാർ കാണിച്ചത് CPM-ന്റെ കയ്യടിക്ക് വേണ്ടി, ഇത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, അധ്വാനിച്ച, തല്ലുകൊണ്ട അദ്ദേഹത്തെ CPM-ന്റെ മുന്നിലേക്ക് ഒറ്റിക്കൊടുത്തു. അവർ മിടുക്കന്മാരായി. പക്ഷെ ഒരു കാര്യം സാറ് വിചാരിച്ചോളൂ, ഈ ബഹുഭൂരിപക്ഷം കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നിഷ്പക്ഷമതിയ ആളുകളും ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില നേതാക്കന്മാർക്ക് തങ്ങളെക്കാൾ വലുതായി വരുമെന്ന് പ്രതീക്ഷയുള്ള നേതാക്കന്മാരെ വെട്ടിമാറ്റേണ്ടത് അവരുടെ ആവശ്യമാണ്. ഞാൻ ഒരു ഉദാഹരണം സാറിനോട് പറയാം. ഇപ്പൊ ഷാഫി പറമ്പിലിനെ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ഷാഫി പറമ്പില് അടുത്ത നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ ഇവിടെ നല്ലൊരു മന്ത്രിയാകേണ്ടവനായിരുന്നു. അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിട്ടു. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം വളർന്നു വരുന്ന ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ തങ്ങൾക്ക് മുകളിൽ തെങ്ങ് വളർന്നു വരികയാണെങ്കിൽ ആ തെങ്ങ് വെട്ടിക്കളയണം എന്നുള്ള ആ ചിന്ത, പെരുന്തച്ചൻ കോംപ്ലക്സ് ആണ് പാർട്ടിയുടെ പല നേതാക്കന്മാർക്കുമുള്ളത്. ഇത് പാർട്ടിയുടെ നാശത്തിനാണ്. ഇത് LDFന് എല്ലാവിധ 3ാം ഭരണം കൂടി താലത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചകളുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ ആരും ഒരു കേസ് കൊടുത്തിട്ടില്ല. വനിതാ കമ്മീഷൻ പോലും ഒരു കേസ് എടുത്തിട്ടില്ല. അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കുവാനുള്ള ഒരു സാമാന്യ നീതി പോലും, ഒരാൾക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആ നീതി പോലും നടപ്പാക്കിയില്ല. അപ്പൊ ഇത് എവിടെയായിരുന്നു? കോടതി, റിപ്പോർട്ടർ ചാനൽ കോടതി, അരുൺകുമാർ ജഡ്ജി, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരാചാരന്മാരായി.
സതീശൻ ആരാച്ചാരുടെ വേഷം കെട്ടി. തീർച്ചയായും സാർ, ഒരു സംശയത്തിന്റെ കാര്യം ഇതിന്റെ പേരിൽ ഇപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല എന്നെ സംബന്ധിച്ചൊന്നുമില്ല. ഞാൻ ജീവിതകാലം മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുള്ളൂ, അതിന് കുടുംബം. എനിക്ക് പാർട്ടി സ്ഥാനം വേണ്ട. പക്ഷെ പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിലേ നമുക്ക് കിടന്നാവർക്കും പറ്റില്ല സാർ. അത്രയും കൂടുതലല്ലേ സാർ ചെയ്തത്, അല്ലേ? അംഗീകരിക്കാൻ പറ്റുമോ? ഒരു പാർട്ടിക്ക് വേണ്ടി പെടാപ്പാടുപെട്ട മനുഷ്യൻ ഒരു അപകടത്തിൽപ്പെട്ടാൽ അവനെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നതിന് പകരം അവന് CPM-ന്റെ ഇത് ഇട്ടുകൊടുത്തിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നു. അംഗീകരിക്കാൻ പറ്റില്ല സാർ. ഈ കാര്യത്തിൽ രാഹുൽ തിരിച്ചു വരും, ഒരു സംശയമില്ല. ഭാവിയുള്ള ചെറുപ്പക്കാരനാണ്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിന്റെ എന്ത് ഭാരവാഹിത്വം അങ്ങേക്കുള്ളത്? ഞാൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. ബ്ലോക്ക് ജനറൽ. അന്നേരം ആ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഈ നേതൃത്വത്തിന്റെ ഈ പിടിപ്പുകേടിനെ കുറിച്ച് വിളിച്ചു പറയുവാൻ, പ്രത്യേകിച്ച് i2 ന്യൂസ് ചാനൽ പോലെയുള്ള ഒരു ചാനലിലൂടെ വിളിച്ചു പറയുവാൻ ഭയമില്ലേ? എന്റെ വലിയ ചിലപ്പോൾ എന്റെ സ്ഥാനം പോവായിരിക്കും. അത് കാര്യമാക്കുന്നില്ല. സ്ഥാനം പോണേ പൊക്കോട്ടെ. ഇതുപോലെ തന്നെയല്ലേ ഇന്നൊരു 99% പാർട്ടി ഭാരവാഹികളുടെയും ഓരോ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന ഓരോരുത്തരുടെയും ഒരു ചിന്താഗതി ഏതാണ്ട് ഇതേ നിലയ്ക്ക് തന്നെ ആയിരിക്കില്ലേ? ഇത് തന്നെയാണ് സാർ. നമ്മൾ പറഞ്ഞ സാർ മനസ്സിലാക്കുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, മാനുഷികമായ വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മെസ്സേജ് അയച്ചതോ മറ്റൊന്നും ഒരു ക്രിമിനൽ കുറ്റമല്ല, മനുഷ്യനല്ലേ. പക്ഷെ ഇദ്ദേഹം ഗർഭിണിയാക്കുന്ന ഗർഭം ആരെങ്കിലും കണ്ടോ? എവിടെയെങ്കിലും പരിശോധിച്ചോ? ഇപ്പോൾ മറ്റേ DNA ടെസ്റ്റ് നടത്തിയോ? ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഇത്രയും അതായത് ഒരു നിയമബോധം അല്ലെങ്കിൽ അതായത് ഒരു അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്ന അല്ലെ ഇത്രയും വർഷം പാർട്ടി ഈ പല ഘടകങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഈ സതീശനെ പോലുള്ളവൻ ഇത്രയും ഒരു മണ്ടത്തരം, ഈ ഒരു മറുപടി പോലും ആർക്കും പറയാൻ വയ്യാത്ത തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം PV അൻവറിന്റെ കേസെടുത്ത നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്തതാണ്. നല്ല കാര്യം. അന്നും ഞങ്ങൾ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പിന്തുണ ഞങ്ങളാണ് നൽകിയത്. ആ സമയത്ത് അൻവറിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും ഒരേ നാണയത്താണ് കണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി രാവും പകലും 15 കട്ടപ്പെട്ട് തല്ലുകൊണ്ട് നടന്ന മനുഷ്യനാണ് അദ്ദേഹം. ഒരു അപകടത്തിൽപ്പെട്ടെങ്കിൽ അദ്ദേഹത്തെ തെറ്റ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്താനുള്ള ഒരു രക്ഷിതാവിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു. ചെയ്തോ? ചെയ്തില്ല. ആരോ എന്തോ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് തകർത്താടി അദ്ദേഹത്തിന് രക്തത്തിന് വേണ്ടി വാദിച്ചെങ്കിൽ തെറ്റി, അവർക്ക് തെറ്റി, ഇവർ തന്നെ തെറ്റ് തിരുത്തി രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് വീഴ്ചയുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് കേസിൽ പെട്ടാലും, ഒരു കൊലപാതകത്തിൽ പെട്ടാലും, ഞാൻ ഇന്നലെ ഇവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, പെണ്ണ് കേസിൽ പെടാതിരിക്കാനും പെടുത്താതിരിക്കാനും ശ്രദ്ധിച്ചോളൂ. വേറെ ഏത് കേസായാലും കുഴപ്പമില്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ ഭാവി നശിപ്പിക്കാൻ ഏറ്റവും നല്ല കേസ് അതാണ് കേരളത്തിൽ. അല്ല, ഇവര് വ്യാമോഹിച്ചില്ലേ? ഇതുപോലൊരു പെണ്ണ് കേസ് ചാർത്തി കൊടുത്താൽ ഇവൻ പണ്ടാർ മടങ്ങും, ജനങ്ങളെല്ലാം ഇവനെ വെറുക്കും, ഇവര് വ്യാമോഹിച്ചു. പക്ഷെ അത് ഇവിടെ തെറ്റി 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചു വരും. ഇല്ലേ? ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇയാൾ 10 മടങ്ങിൽ ശക്തിയോടെ തിരിച്ചു വരുമെന്ന്? ഒരു സംശയം. സുനാമി പുറകോട്ട് എന്താ പറഞ്ഞേ, തിരമാല പുറകോട്ട് മാറി വരൂലേ? കാരണം തീരുമാനം വെറും ശുദ്ധ, കാരണം ആന മണ്ടത്തരല്ലേ ഇവര് ചെയ്തത്. വിവരമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണി അല്പമെങ്കിലും ബോധിക്കുന്നു. മാത്രമല്ല ആരോട് ആലോചിച്ചു? ഞാൻ ചോദിച്ചു, കെ സുധാകരനായിരുന്നു പാർട്ടിയുടെ പ്രസിഡന്റെങ്കിൽ ഈ നടപടി ഉണ്ടാകുമായിരുന്നു? ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് ഈ KPCC പ്രസിഡന്റിന്റെ പദവിയിലിരിക്കുന്ന ആൾ എങ്ങനെയുണ്ട്? അദ്ദേഹത്തെ സംബന്ധിച്ച് സാധുവായ മനുഷ്യൻ. അദ്ദേഹത്തെ പോലുള്ളവരോട് പറ്റിയെങ്കിൽ ആ ഷാഫി പറമ്പലിനെ KPCC പ്രസിഡന്റ് ആക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരോട്, ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ടല്ലോ, എന്നെ കൊന്നാലും വേണ്ടില്ല, ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ടല്ലോ ഷാഫി പറമ്പലിനെ പോലെയുള്ള. കാരണം ഇവർ വേണ്ടത് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഭാവാഭിനയം കാണിച്ച് ഉണ്ടയില്ല വെടിപൊട്ടിക്കലല്ല പാർട്ടി നേതാവിന് വേണ്ട ക്വാളിറ്റി. അതല്ല പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ നട്ടെല്ല് വിരിച്ചു നിൽക്കുന്ന നേതാക്കന്മാരെയാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയിലൊക്കെ ഞങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർ കാണുന്നത്. അവരെപ്പോലുള്ളവരാണ് ഞങ്ങൾക്ക് ആവേശം. മനസ്സിലല്ലേ? ആ ചെറുപ്പക്കാരാണ് വളർന്നു വരേണ്ടത്. അല്ലാതെ പിണറായി വിജയനുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത്. ഈ പാർട്ടി വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ തുറന്നു പറയാട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കിത് എവിടെയെങ്കിലും ഒന്ന് പറയുന്ന മാത്രം ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു സാർ. ഞാൻ രാവിലെ മുതൽ ഞാൻ ഇതെല്ലാം ലക്ഷക്കണക്കിനുള്ള പ്രവർത്തകരുടെ ആത്മവീര്യം തകർത്ത ഈ ഒരു ജനങ്ങളുടെ ഒരു പ്രതീക്ഷ തകർക്കുന്ന ഇവനെ ജനങ്ങൾ വെച്ചേക്കുവോ? ഇവനെ ഈ പനനെ അല്ല ഞാൻ പറഞ്ഞില്ല. കാരണം ഇപ്പൊ എന്ത് ചെയ്തത്, കാരണം ഒരു 10 കോൺഗ്രസ്സുകാരെയും നിഷ്പക്ഷമതികളായ ആളുകളെ എടുത്തിട്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ ഈ 10ൽ 9 പേരും ചെയ്തത് തെറ്റുന്നേ പറയുള്ളൂ. ഞാൻ എത്രയോ പേരോട് സംസാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അന്നേരം നമ്മൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നത്.
ഇനി ഒരു പാർട്ടിയുടെ, അതായത് ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ഔദ്യോഗിക സ്ഥാനമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം, ഇനി ഇവനെ, ഈ പൊട്ടനെ, ഈ കാര്യം എന്താ പറഞ്ഞ, ഈ ഇത്രയും അപകടത്തിലായി മൂക്കറ്റത്തോളം വെള്ളത്തിൽ താന്നിട്ടും ഇവന് ബോധമില്ലാതെ നിൽക്കുന്ന ഇവൻ ഇനി എന്ന് ബോധം ഉണ്ടാവും? എങ്ങനെ ഇവന്മാരെ തെറ്റിതിരുത്തും? അതിനുള്ള മാർഗം എന്താ? അവർ തെറ്റ് തിരുത്തണമെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് മാത്രമല്ല, പൊതുജനങ്ങളുടെ വികാരം അവർ മനസ്സിലാക്കണം. പൊതുജനങ്ങളുടെ വികാരം എന്നല്ല, നമ്മൾ വടകര കണ്ടില്ലേ, ഷാബി പറമ്പിൽ വന്നപ്പോൾ തടഞ്ഞപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം കണ്ടില്ലായിരുന്നോ? ഇന്ന് കണ്ടില്ലേ? എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. സതീശൻ പേടിച്ചകത്ത് കയറി ഇന്ന് വരെ ഒരു വർഷം മിണ്ടാത്ത എന്താകൊണ്ട്? ഇനി രണ്ടാമതും ചെയ്തു സാറേ. കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു. കേരളം ഞെട്ടുന്ന വാർത്ത 2 ദിവസം വരുന്നു പറഞ്ഞു. എവിടെ സാർ വാർത്ത? കേരളം ഞെട്ടിയോ? ഞെട്ടാനുള്ള വാർത്ത നമ്മളതല്ല. കേരളം CPM മന്ത്രിമാരെ കുറിച്ചുള്ള ഞെട്ടുന്ന വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാർത്ത എത്രയും വേഗം പുറത്തേക്ക് വിടണ്ടേ? ഒരു വാർത്ത ഉണ്ടായില്ല. ഇത് ഇവനെ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കത്തില്ലേ? എവിടെടാ മലരെ നിന്റെ ബോംബെന്ന് ചോദിക്കത്തില്ലേ? ഇത് കോൺഗ്രസ് പ്രവർത്തകരെ ബലി കൊടുത്തു, CPMന്റെ കയ്യടി കിട്ടി, സ്വന്തം പാർട്ടിയെ ഒറ്റിക്കൊടുത്തു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തനം നിൽക്കുമ്പോൾ നാളെ ഞാനൊരു അപകടത്തിലോ ഒരു പ്രശ്നത്തിലോ പെട്ടാൽ എന്നോടും പാർട്ടി ചെയ്യുന്നത് ഇതായിരിക്കില്ലേ? പിന്നെന്തിനാണ് ഈ പാർട്ടി? അല്ല, ഉയർന്ന ചോദ്യം ഇതല്ലേ? ഒരു പാർട്ടിയുടെ നേതാവിന്, ഒരു പ്രവർത്തകനെ ചേർത്ത് നിർത്താൻ ത്രാണിയില്ലാത്ത ഈ പന്നനാണോ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സേവിക്കാൻ പോകുന്നത്? ഇവൻ നമ്മളെ തൂക്കി വിൽക്കത്തില്ലേ? ഇവൻ നമ്മളെ എല്ലാത്തിനെയും കൂടെ ഈ 3.5 കോടിയെ ഇവൻ തൂക്കി വിൽക്കൂലേ? അതാ ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ നിലപാട്. അതിപ്പോ എന്ത് വന്നാലും ഈ നിലപാട് എനിക്ക് അംഗീകരിക്കും. ഇതിനെ നിലപാടെന്ന് പറയാൻ പറ്റുമോ ഇവനെ? അല്ല, ഇത് ആരെടുത്ത തീരുമാനമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആൾക്കുടെ പേരിൽ നടപടി എടുക്കുന്നതിന് മുമ്പ് ആ ആൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കണം. അദ്ദേഹത്തിന് പറയാനുള്ള എന്താണ് കേൾക്കണം. അദ്ദേഹത്തിന് വിശദീകരണം എന്തെങ്കിലും ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ചെയ്തു? എന്തോ ഇത്ര സമയം വച്ച ആ സമയത്തിനുള്ളിൽ ഞാൻ ഇത് ചെയ്തേക്കാൻ ആർക്കോ വാക്കു കൊടുത്തതുപോലെയല്ലായിരുന്നോ ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ? നമ്മട്ടെ, അതായത് ഈ കപ്പിത്താനില്ലാത്ത ഈ പ്രസ്ഥാനത്ത് ഇത് മുങ്ങിത്താഴാൻ പോവുകയും മുങ്ങിത്താഴാൻ പോകുന്നതിനിടയ്ക്കും അതിന് വലിയ ഹോളിടാൻ ശ്രമിക്കുന്ന ഇവനെ പൂട്ടാൻ വേറെ ഈ പ്രസ്ഥാനത്തിൽ ആരുമില്ലേ? അതൊക്കെ നമ്മുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന കേസുകളല്ലേ ഇതെല്ലാം. ഇവന്മാരല്ല ഇതിനേക്കാൾ മറ്റേ 8 കാലിയും തേളും മൂർഖനും എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാം ഒന്നിനൊന്നും വെച്ച പോലെ എല്ലാം പുതിയ കാലിവെട്ടുകളും കുശുമ്പന്മാരും കൊള്ളാവുന്നവരെ ആരെങ്കിലും അടുപ്പിക്കുവോ? മറ്റേ രമേശ് ചെന്നിത്തല ഇരിക്കുന്നുണ്ടോ? ഇത്രയും കാലമായിട്ടും ഇത്രയും പദവികൾ വഹിച്ചിട്ടും ആക്രമണം തീരാതെ എല്ലാവർക്കും മുഖ്യമന്ത്രി ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇവർ അധികാരത്തിൽ വന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടിയ വോട്ട് കിട്ടിയ ആള് പ്രസിഡന്റായി. അടുത്ത മൂന്ന് പേര് വൈസ് പ്രസിഡന്റുമാരായി. പ്രസിഡന്റ് രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ജനാധിപത്യ രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ 2ാം സ്ഥാനക്കാരനായ അബിൻ വർക്കിയാണ് പ്രസിഡന്റ് ആക്കുന്നില്ലല്ലോ. ഇപ്പൊ ഓരോരുത്തരും അടിമകളെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ. അവിടെ നടന്നോ? ഒന്നും നടന്നില്ല. ഇതാണ് ഈ പാർട്ടി. ഞാൻ ഒരു സജഷൻ ചോദിക്കട്ടെ? അതായത് ഇപ്പോൾ അച്ചൂമ്മൻ ആ പദവിയിലേക്ക് അപ്രതീക്ഷിതമായി വരികയാണ്. ഇവന്മാർക്ക് എന്ത് സംഭവിക്കും? ഇവന്മാർ സംഭവിക്കുന്നത് ഇത് കൊടുത്തിട്ട് വേണ്ട സംഭവിക്കാൻ. അല്ല, അപ്രകാരം സംഭവിച്ചാൽ ഈ കസേര മോഹിച്ച് അല്ലെ ഗ്രൂപ്പ് കളിച്ച് നടക്കുന്ന ഇവന്മാർക്ക് ഇപ്പൊ അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും? പക്ഷെ എനിക്ക് തോന്നാനുള്ള നടക്കുന്നു. എന്തുകൊണ്ടാ? കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി ഇല്ലേലും വേണ്ടില്ല എന്നത് ഒരു മനോഭാവമാണ് ഇതിനകത്തുള്ളത്. എന്റെ ആൾക്ക് കിട്ടിയിൽ പാർട്ടി വേണ്ട. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ 1 മാസത്തെ ചർച്ച കഴിഞ്ഞല്ലേ ലിസ്റ്റുമായിട്ട് ഡൽഹിയിലേക്ക് പോയത്. എന്തെങ്കിലും കാര്യം നടന്നോ? എന്താ ഉണ്ടായ അവസാനം? ഇവിടെ നിന്ന് എല്ലാ ലിസ്റ്റും തയ്യാറാക്കി മാരത്തോൺ ചർച്ച നടത്തി ലിസ്റ്റ് തയ്യാറാക്കി നേരെ പോയി അവിടെ ചെന്നപ്പോൾ എന്താ ഉണ്ടായി? ഓരോരുത്തരുടെ പേരുമായിട്ട് നിൽക്കുകയാണ്. ഈ പാർട്ടിയുടെ ശാപം ഇതാണ്. എത്ര അനുഭവങ്ങളായിട്ട് എത്ര പരാജയങ്ങളായിട്ട് ഈ പാർട്ടി. ഇപ്പൊ നിങ്ങൾക്ക് കൂടി ഈ ഹൈക്കമാൻഡ് കേൾക്കുമ്പോൾ ചിരി വരുവോ? എന്തോ എന്റെ കുത്തുവാളെടുത്ത് കീറിപ്പറഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവം. ആകെ ഇവിടെ മാത്രമേ ഇത്തരത്തിലൊരു പച്ചപ്പേരും ഉള്ളൂ. ഇവന്മാര് ഈ മറ്റേ പെട്ടുപിടിയനൊക്കെ അവിടെ ചെന്നിട്ട് ഇതിനെ മുടിച്ച്
ഇവരൊക്കെയാണ് ഈ AICCയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന പറയുമ്പോൾ തന്നെ ഈ പ്രസ്ഥാനം എത്രത്തോളം അധപ്പതിച്ചു പോയി. എത്രയോ നല്ല അവസരമായിരുന്നു ഈ പാർട്ടിക്ക്. ജനങ്ങളും നിഷ്പക്ഷമതിയായ ആളുകളും CPM-ന് അനുഭാവികളെ സാധാരണ പ്രവർത്തകർ വരെ പിണറായിയുടെ ഭരണം ഇനി വരരുത് എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന സമയമാണ്, മനസ്സിലാക്കണം. ആ സമയത്താണ് അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസരം ഈ ചരിത്രത്തിൽ, അതായത് ഈ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇതുപോലെ ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥ ഇത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി ഉണ്ടാവുമോ? ഇല്ല. അന്നേരം അങ്ങനെയുള്ള ഒരു അവസ്ഥയില് വിളവെടുക്കാനായിട്ട് തയ്യാറായി ഇരിക്കേണ്ടുന്ന ആ സമയത്ത് ഇങ്ങനെ ഇമാതിരി തലവഴി കാണിച്ച വേറെ ആരെങ്കിലും ഈ ലോകത്ത് കാണുമോ? ആരും കാണില്ല. കാരണം ചെയ്തത് ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ചെയ്യാൻ ഒരു പാർട്ടി എടുക്കുന്ന നിലപാടായിരുന്നില്ല അത്, എന്തിന്റെ പേരിലായാലും. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ പല നേതാക്കന്മാരും ഇന്ന് ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കില്ല. സരിത എത്രയോ പേരെ പേര് പറഞ്ഞിരുന്നു, എത്രയോ പേരെ പേരിൽ സരിത കേസ് കൊടുത്തിരുന്നു. എന്ത് നടപടിയാണ് അവരുടെ പേരിലെടുത്തത്? അവർക്കൊന്നും ബാധകമല്ലാത്ത നിയമം രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ബാധകമാകുക എന്ന് പറഞ്ഞാൽ അത് എന്ത് നിയമമാണ്? ആ നിയമത്തോട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു ശരിയായ രീതിയല്ല. പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവ് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തണമായിരുന്നു. എന്ന് മാത്രം ഇദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ വനിതാ നേതാക്കളെല്ലാം CPM-ന്റെ വനിതാ നേതാക്കളെക്കാൾ ആവേശത്തിലാണ് മൈക്കിന് മുമ്പിലേക്ക് വരുന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ചിന്തിച്ചാണ് ഇവരിത് പറയുന്നത്? MLA സ്ഥാനം രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഇമേജ് എല്ലാം ഇല്ലാതാവില്ല. അപ്പൊ യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെ, അതായത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ഒരു കൃത്യമായ ഒരു ഇൻഡിക്കേറ്റർ ഇതാ വരുന്നത്, ഒരു UDF ഭരണമാണെന്നുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തു. അതുപോലെ ഉറപ്പിച്ചു ഇവന്മാര് ഉറപ്പിച്ചങ്ങ്. അന്നേരം അതുപോലെ തന്നെ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി ഇതിൽ ഇവന്മാർ 8 നിലയിൽ പൊട്ടിയാൽ അത് ഏറ്റവും വലിയൊരു ഇൻഡിക്കേറ്റർ ആണ്. അത് 8 നില പൊട്ടുന്നുണ്ടെങ്കിൽ കാരണം ഇതൊരു അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ തന്നെ കെട്ടടങ്ങി പോകൂലേ? ഇതങ്ങ് ശ്രദ്ധിക്കാതെ വിട്ടാൽ അത് എന്ത് ചെയ്യണം? നമ്മൾ മാധ്യമങ്ങളോട് പറയേണ്ട മറുപടി അങ്ങോട്ട് പറയണം. ഇതുമായി ബന്ധപ്പെട്ട ആർക്കാണോ പരാതി ഉള്ളത് ആ പരാതിക്കാരെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കേസ് കൊടുക്കുക. ആ കുറ്റപത്രം സംബന്ധിച്ച് അദ്ദേഹം കുറ്റക്കാരെന്ന് പറഞ്ഞാൽ ആ നിമിഷം MLA സ്ഥാനവും രാജിവെക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞാൽ പിന്നെ വിഷയം തീർന്നില്ലേ? ഇവിടെ മുകേഷ് കുറ്റപത്രവും കൊടുത്ത് ഇരിക്കുന്ന ആള് മുകേഷ് ഇപ്പോഴും നിന്നെന്ന് മാത്രമല്ല, ഇപ്പോഴും MLA ആണെന്ന് മാത്രമല്ല, പാർലമെന്റിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ലേ? ശ്രീരാമകൃഷ്ണനെ കുറിച്ച് എന്താണ് പറഞ്ഞത് സ്വപ്ന? കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കയറ്റാൻ കൊണ്ടെന്ന് പറഞ്ഞില്ലേ? തോമസ് ഐസക്കല്ലേ മൂന്നാറിലേക്ക് ക്ഷണിച്ചത്? എന്നിട്ട് എന്ത് നടപടിയാ CPM എടുത്തത്? അല്ല, നിങ്ങൾ VD സതീശനെ കുറിച്ച് തന്നെ ഇറങ്ങുന്ന വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? ഞാൻ കണ്ടു. അതിനകത്ത് എന്ത് മറുപടിയാ പറയാനുള്ളത്? അല്ല, ഞാൻ അപ്പൊ തന്നെ ഓഫ് ചെയ്തു. ഇവരൊക്കെയാണ് ആദർശം പറയുന്നത്. സ്വഭാവശുദ്ധിയെ കുറിച്ച്, പൊതുപ്രവർത്തകർ പാലിക്കേണ്ടുന്ന സ്വഭാവശുദ്ധിയെ കുറിച്ച് പറയേണ്ടവനെ കുറിച്ചാണ് ആ പറഞ്ഞത്. പറവൂർ താരക പറഞ്ഞത് സങ്കടം നമുക്ക് അംഗീകരിക്കാൻ. അല്ല, ഇയാളാണ് എന്നിട്ട് സ്വഭാവശുദ്ധിയുടെ പേരിൽ ഈ നടപടി എടുത്തതെന്ന് ഓർത്തോണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്റെ ഒരു ബന്ധു ഒന്നുമല്ല, പക്ഷെ ഒരു ഭാവിയുള്ള പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പ്രായത്തിന്റെ ഇതില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മാനുഷികമായ ചില ബലഹീനതകൾ കൊണ്ടോ അദ്ദേഹം ഇതുപോലത്തെ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടു. പക്ഷെ അത് ശ്രദ്ധിക്കണമായിരുന്നു, പോരായ്മയുണ്ട്. പക്ഷെ തിരുത്താൻ അദ്ദേഹത്തിന് ഇനിയും സമയം അതിനകത്തുണ്ട്. പാർട്ടി അതിനൊരു അവസരം കൊടുക്കണമായിരുന്നു. ചെറിയൊരു വീഴ്ച വന്നപ്പോഴേക്കും പാർട്ടി അദ്ദേഹത്തെ ചേർത്ത് നിർത്തി ആ തെറ്റ് തിരുത്താൻ വേണ്ട അവസരങ്ങൾ കൊടുക്കാമായിരുന്നു എന്ന് മാത്രമല്ല, പിന്നെയും പാർട്ടിക്ക് ചെയ്യാമായിരുന്നു. ഇത് വഷളാക്കാതെ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്താമായിരുന്നു. എൽദോസ് കുന്നപ്പള്ളിയെ കുറിച്ച് പരാതി ഉണ്ടായില്ലേ? ഈ വികാരം കണ്ടില്ലായിരുന്നല്ലോ. വിൻസെന്റിനെ കുറിച്ച് പരാതി ഉണ്ടായി, വിൻസെന്റ് ജയിലിൽ കിടന്നില്ലേ? ഈ ആവേശം ആരെങ്കിലും ഇല്ലല്ലോ. അതെന്താണ് ഇവർക്ക് ആർക്കും, ഞാൻ ഇപ്പോൾ ചോദിച്ചു, ഇവർക്ക് ആർക്കും ബാധകമല്ലാത്തൊരു നിയമം രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ബാധകമാകുന്നു എങ്കിൽ അതിനോട് അംഗീകരിക്കാൻ കഴിയില്ല. ഓക്കെ, സംഭവിക്കുന്നു. ഇനി ഇതിൽ നിന്ന് ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു അവസരം എന്താണ്? ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ ഒരു അഭിപ്രായം എന്താ? അതായത് ഇപ്പോൾ ഇവന്മാർ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ച് നാറി കയറി നിൽക്കുകയാണ്, ഉത്തരം പോലും ഇല്ല. അന്നേരം ഈ അവസ്ഥയിൽ നിന്നും ഈ പ്രതിസന്ധിയിൽ നിന്നും ഇനി ഒന്നും മിണ്ടാതെ കുറച്ചു നാളത്തേക്ക് ഇരിക്കുക. അപ്പോഴേക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. അത് കഴിഞ്ഞ് ജനുവരി ആകുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടനെ തിരിച്ചിങ്ങോട്ട് എടുക്കുക.
ജനുവരിയോ? അതുവരെ പോകുന്ന എന്തിന്? അല്ല, അതുവരെ പോട്ട, പഞ്ചായത്ത് തിരിച്ചെടുക്കുക. കാരണം ഇത്ര കാലത്തേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവന്റെ അഡ്രസ് കാണുമോ? ഇപ്പം അതായത് ഇത്ര കാലത്തേക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതല്ലാതെ ഒരു മാർഗവും. അല്ല, അതാ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതും അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അടുത്ത ദിവസം കഴിഞ്ഞിട്ട് ഇത്ര ഇത് ചെയ്തിട്ടും ഈ രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും പാർട്ടിയെ കുറിച്ചോ പാർട്ടി നേതാക്കൾക്കെതിരെയോ ഈ നിമിഷം വരെ കാമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് പക്ഷെ അവന് അതെന്താണെന്നറിയാമോ? അവൻ നല്ലൊരു ഒറ്റ അപ്പന് പിറന്നതാ. രണ്ടാമത് ഇന്ന് പലർക്കും ഇല്ലാത്തൊരു ഗുണമെന്ന് പറഞ്ഞാല് അതാണ്. രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, നാളെ പാലക്കാട്ടേക്ക് ഇവനോട് ചെല്ലാൻ പറഞ്ഞ് അവിടെ ഇവൻ ആവശ്യമായ പാർട്ടി സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത ആർക്കായിരുന്നു? ഈ പാർട്ടിക്കല്ലായിരുന്നു അല്ലേ? ഇതാ ഇവിടുത്തെ അമ്മമാരുടെ സംരക്ഷണത്തിലാവും പോകും. ഇതാ ഇപ്പം ഇവര് ഒരാഴ്ചക്കുള്ളിൽ ഇപ്പം എന്തായാലും ഷാഫി പറമ്പിലും ഇവരൊക്കെ ഉണ്ടല്ലോ, അവര് അതിനുവേണ്ടി സംവിധാനം ചെയ്യും. ഞാൻ പറഞ്ഞ കൊല്ലണെങ്കിൽ കൊല്ലട്ടെന്നേ. ഞാൻ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം എത്രയും അദ്ദേഹത്തെ നമ്പറിന് ഞാൻ വിളിച്ചേന്ന് ചോദിച്ചേനെ, പറഞ്ഞേനെ എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞേനെ. കാരണം അതൊരു എനർജി ആവൂല്ലോ അദ്ദേഹത്തിന്. കാരണം എത്രയും വേഗം അദ്ദേഹം പാലക്കാട് ചെല്ലണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കൊല്ലണെങ്കിൽ അവിടെ കൊല്ലട്ടെ. ഇതാ സേവ് കേരള മൂവ്മെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഇതാ ആയിരക്കണക്കിന് അമ്മമാരുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ ആനയിച്ച് രഥം ഉണ്ടാക്കി ആനയിച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുപോകും. ഇവന്മാര് നോക്കി നിൽക്കും, സതീശനും പാർട്ടിയും നോക്കി നിൽക്കും. അല്ല, അതാണ് എത്രയും വേഗം സാർ അത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം അല്ലെങ്കിൽ അതൊരു ഈ സമൂഹത്തോട് ചെയ്യുന്നൊരു ക്രൂരത. അത് എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശിക്ഷ ചെയ്തത്, ഈ ക്രൂശിച്ചത്? എന്താണ് എടുത്തെന്നറിയാം? ആരാണ് ഇത് ആലോചിച്ചത്? ആരാണ് തീരുമാനമെടുത്തത്? ഞാൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കാൻ ഇതെന്താ ആരെയും തറവാട്ട് സ്വത്താണ്? ഇത് ജനാധിപത്യ സംവിധാനം. ഇതിനകത്ത് ഇദ്ദേഹത്തിന് വിശദീകരണം ചോദിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ കൊടുത്ത പരാതി ഇദ്ദേഹത്തിന് വിശദീകരണം ചോദിക്കാമായിരുന്നല്ലോ. അപ്പം മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരിക, തകർക്കാടുക. എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. എന്തോ എനിക്ക് കഴിഞ്ഞില്ല, എന്റെ മനസ്സാക്ഷി അനുവദിച്ചില്ല. ഇപ്പൊ എന്ത് ചെയ്താലും എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഞാൻ ജീവിതകാലത്ത് മുഴുവൻ വോട്ട് ചെയ്തിട്ടുള്ളൂ. പാർട്ടിക്ക് ഞാൻ എൻ്റെ കുടുംബം വോട്ട് ചെയ്യുള്ളൂ. അവിടെ സ്ഥാനമാനങ്ങളോ ഞാൻ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പോകുന്ന ആളൊന്നുമല്ല. പക്ഷെ എൻ്റെ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ച് പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഈ പാർട്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലേക്കും BJPക്കും CPMനും ഒറ്റിക്കൊടുത്തത് ഏറ്റവും വലിയ ക്രൂരതയായി പോയി എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് എന്റെ പിന്തുണ അറിയിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല.